ദേവി, അവള് നിന്നെപ്പറ്റി എന്ത് വിചാരിച്ചു കാണും? അല്ല, അന്നേരം എനിക്ക് എന്താ പറ്റിയേ? എന്റെ നെഞ്ചെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ആകെ എനിക്ക് വട്ടാവുന്നല്ലോ. ഇവനിതെന്ത് പറ്റി ഒറ്റയ്ക്ക് സംസാരിക്കാൻ? എന്താടാ? ഒന്നുമില്ലടാ. നീ എന്താണ് ഇങ്ങനെ കിടന്ന് വിയർക്കുന്നേ? എന്തെങ്കിലും കണ്ട് പേടിച്ചോ? ഞാനോ? എന്ത് കണ്ട് പേടിക്കാൻ? ഞാനൊന്നും കണ്ട് പേടിച്ചില്ല. കുക്കി എവിടെ? ഞാൻ അവളെ വിളിക്കട്ടെ. ജിമിനെ, എന്താടാ? നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അത് അവള് ഡ്രസ് മാറുക. ഓ, എങ്കിൽ അവളെ ഇറങ്ങട്ടെ. ഇച്ചായ, ആ മോളെ കുക്കി, എനിക്കൊരു കോള് വരുന്നേ. നിങ്ങൾ സംസാരിക്കും, ഞാൻ ഇപ്പൊ വരാം. അതിന് നിനക്ക് എപ്പോഴാ കോള് വന്നേ? അല്ല, എനിക്ക് അങ്ങോട്ടാ വിളിക്കണ്ടേ. ഞാനിപ്പോ വരാം. കുക്കി, ഇവന് എന്ത് പറ്റി? എനിക്കറിയില്ല. ഇച്ചായൻ തന്നെ സോൾമേറ്റിന്റെ അടുത്ത് ചോദിക്കും. ഹലോ സ്നേഹ, പറയടി. ജുവൽ നാളെ രാവിലെ 8 മണിക്ക് എത്തണേ. നേരത്തെയോ? എന്തിനാടി? എനിക്ക് രാവിലെ എണീക്കാൻ വയ്യ. അതെ, മോള് രാവിലെ എണീച്ച് വന്നോ? എനിക്ക് വേണ്ടിട്ടില്ല, നിനക്ക് വേണ്ടിട്ട്. എനിക്ക് വേണ്ടിയോ? ഞാൻ ആമിയെ വിളിച്ചിട്ടുണ്ട്. 2 ആളും നേരത്തെ എത്തിക്കോണം. വരാം. ഓക്കേടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, എവിടെയാ മോളെ? നീ പറഞ്ഞിട്ടാണ് ഞങ്ങൾ 2 ആളും നേരത്തെ വന്നത്. ഇപ്പൊ നിന്നെ കാണാനില്ല. റൈറ്റിലോട്ടോ? എന്താ ഇത്ര നേരത്തെ? ഇവളല്ലേ നമ്മളോട് ഇന്നലെ നേരത്തെ വരാൻ പറഞ്ഞത്? എന്നിട്ടോ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വിളിക്കാൻ ചെന്നപ്പോ ഇവള് ഉറക്കം പോലെ എണീറ്റിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു. എങ്ങനെയൊക്കെയോ. അതെ അതെ, ഇവളുടെ വാക്ക് വിശ്വസിച്ച നമ്മൾ മണ്ടന്മാരും. എന്താ കാര്യം? ഇനി പറ. ജുവൽ, താൻ എങ്ങോട്ടാ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്നോട് എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? 2 ദിവസം എന്റെ ക്ലാസ്സിൽ കയറണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് സാർ. അപ്പൊ അറിയാം, പിന്നെ എന്ത് നോക്കി നിൽക്കുക? ഗെറ്റ് ഔട്ട്. സർ, പ്ലീസ് സർ. എക്സ്ക്യൂസ് മീ സർ. യെസ്, കമ്മിങ്. സർ, ഒരു നോട്ടീസ് ഉണ്ട്. ഓക്കെ, പറഞ്ഞോ. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, ഇത്തവണത്തെ എത്നിക് ഡേ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റാണ്. സോ ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് 2 കോർഡിനേറ്റേഴ്സിന് ആവശ്യമുണ്ട്. ആരെങ്കിലും ബില്ലിംഗ് ആയിട്ടുണ്ടോ? ഇതെന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്തെ? നിങ്ങൾ ആരും ഈ ക്ലാസ്സിലുള്ളതല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ 2 പേര് പറയാം. ബോയ്സ് സൈഡിൽ നിന്നും അലൻ ജോൺസ്, ഗേൾസ് സൈഡിൽ നിന്നും ജുവൽ. താൻ ഇവിടെ നടക്കുന്ന എല്ലാ ഫെസ്റ്റിലും ആക്റ്റീവ് അല്ലേ? താൻ നന്നായിട്ട് പാട്ടും പാടുമല്ലോ. തന്റെ പേര് ഞാൻ കോർഡിനേറ്റർ ആയിട്ട് എഴുതട്ടെ? എഴുതിക്കോ. ഓക്കെ. പിന്നെ ഇന്ന് 4 മണിക്ക് സെനറ്റ് ഹാളിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ട്, വരണം. പിന്നെ അഭിജിത്ത്, ബാക്കി ബ്രേക്ക് ടൈമിൽ നോക്കേ. എനിക്ക് ക്ലാസ് ഉണ്ട്. ഇവർക്ക് എക്സാംസ് എടുക്കാറായി. ഓ സോറി സാർ. ഇറ്റ്സ് ഓക്കെ. ഡോ, താൻ എവിടെ പോകുന്നു? സീറ്റിൽ പോയിരിക്കടോ. അതിന് സാറല്ലേ പറഞ്ഞേ ക്ലാസ്സിൽ കയറണ്ടാന്ന്? ഡോ, തന്നോടല്ലേ ഞാൻ ഇപ്പോൾ പറഞ്ഞേ ക്ലാസ്സിൽ കയറി. നീർക്കെന്താ ഓരോ സമയം ഓരോ സ്വഭാവം കണ്ടുപോവാ. അവന്റെ പുറകെ അങ്ങ് പോകുവാണ്. ഓക്കെ സ്റ്റുഡൻസ്, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ജുവൽ, കം വിത്ത് മീ. എന്തായിട്ടായ? ഡോ, തന്നോട് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു.
പിന്നെ തനിക്ക് ഒരു മിനിറ്റ്. യെസ്, എന്താ? സാറിനോടല്ല, ജുവൽ തന്റെ നമ്പർ എനിക്ക് വേണം, ഗ്രൂപ്പിൽ ആഡ് ആക്കാൻ വേണ്ടിട്ടാ. ആ ചേട്ടാ പറഞ്ഞുതരാം. അഭിജിത്ത്, എന്റെ നമ്പർ തരാം. സർ, ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പ് അല്ല, സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പാണ്. അപ്പോ ജുവലിന്റെ നമ്പറാണ് വേണ്ടത്. ഓ ഓക്കെ, കാരിയോ. ഈ ഇച്ചാൻ എന്താ പറ്റി? ഇനി വക്കീല് പറഞ്ഞ പോലെ കടുവയ്ക്ക് ജലസ് അടിച്ചോ? എന്താ കാര്യം ഇനി പറ. അത് മോളെ, നിന്റെ ടെവിൻ സാറിന്റെ ഇടയിലുള്ള പ്രശ്നം സോൾവ് ആക്കാൻ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്റെ ഒരു കസിൻ ബ്രോ, പുള്ളിക്കാരൻ വക്കീലാണ്. ആള് ഈ ഡിവോഴ്സ് കേസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഡിവോഴ്സോ? നീ പ്രോബ്ലം സോൾവ് ആക്കാന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെ പിരിക്കാൻ നോക്കുവാണോ? എന്റെ പൊന്ന് നന്ദനെ, നീ തോക്കി കയറി വെടി വെക്കല്ലേ. ഞാനൊന്ന് പറയട്ടെ. എടി കുക്കി, ഇയാളുടെ അടുത്ത് വരുന്ന ഒട്ടുമിക്ക ഡിവോഴ്സ് കേസും ഡിവോഴ്സ് ആയി പോയിട്ടില്ല. അതെന്താ? അയാൾക്ക് പണിയെടുക്കാൻ അറിയത്തില്ലേ? ഓ, ഞാൻ ഉദ്ദേശിച്ചത് ഇയാളുടെ കൗൺസിലിംഗ് കൊണ്ട് എത്ര കപ്പിൾസ് ആണോ വീണ്ടും ഒന്നിച്ചത്. നമുക്ക് പുള്ളി ഒന്ന് കണ്ടു നോക്കിയാണ്. ഞാൻ നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് അയാളെ വിളിക്കാന്ന് വിചാരിച്ചു. കുക്കി, ഇവള് പറഞ്ഞ പോലെ നമുക്ക് ആ വക്കീലിനെ ഒന്ന് കണ്ടാലോ? മോളെ, നീ പരീക്ഷയ്ക്ക് പോലും ഇത്രയും പ്രിപ്പയർഡ് ആയിട്ടില്ലല്ലോ. ഉടനെ തന്നെ അയാളെ വിളിച്ചേക്കുന്നു. ഓ, നിനക്ക് നിന്റെ ടെവിൻ സാറിന് വേണം? വേണം. ഹായ്, ഇത് വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയാം. ഓക്കെ. ഇതാണ് എന്റെ കസ്റ്റമർ ജുവൽ, അല്ലേ? ഇത് ജുവലിന്റെ ഫ്രണ്ട് ആമി. ഫ്രണ്ട് മാത്രല്ല, ഏട്ടത്തി അമ്മ, അല്ലേ? പിന്നെ നിന്നെ പിന്നെ എനിക്കറിയാലോ, നീ പോ. കുട്ടിയുടെ പേരെന്താ? നന്ദന. നൈസ് നെയിം. അയ്യോ, കഴിഞ്ഞു പോകുവാണല്ലോ. അതെ ബ്രോ, നമ്മുടെ കേസ്. ഓക്കെ, ബൈ ദ വൈ, ഞാൻ വിചാരിച്ച പോലെ അത്ര ഈസി അല്ല ഈ കേസ്. ഇവിടെ ഒരാള് ചത്ത് കടന്ന് സ്നേഹിക്കുന്നു, മറ്റേ ആളോ അമ്പന് വില്ലിന് അടുക്കുന്നില്ല. ഈ പ്രോബ്ലം സോൾവ് ആക്കാൻ വളഞ്ഞ വഴിയേ പറ്റുള്ളൂ. എനിക്ക് അഭിനയിക്കാൻ അറിയാമോ? അഭിനയിക്കാൻ അറിയില്ല. കുഴപ്പമില്ല, ജീവിച്ചാ മതി. അതിനുമുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്ത്? അത് പറയാം. ചായ. ഇതെന്താ ഈ വേഷത്തിൽ? അതൊന്നുമില്ല, എനിക്കിന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, അപ്പൊ അത് കഴിഞ്ഞ് വന്നതാ. ഓ, എന്ത് പറ്റി? ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഇവളെന്താ വിയേർഡായിട്ട് ബിഹേവ് ചെയ്യുന്നേ? ഇത് ജുവലിന്റെ മൊബൈലല്ലേ എടുക്കുന്നേ? നന്ദന കോൾ എടുക്കണോ? ഇനി വല്ല അർജന്റ് കോൾ മറ്റുവാണെങ്കിലോ?
എടുത്തേക്കാം. ഹലോ കുക്കി, എന്തായി കാര്യങ്ങൾ? പ്ലാൻ സക്സസ് ആയോ? എനിക്ക് ഉറപ്പാ മോളെ, നിന്റെ സൗണ്ട് എടുത്ത് ടെവിൻ സാറ് വീഴും. അയ്യോ, എല്ലാം അറിഞ്ഞല്ലോ. എന്താണ് ഒന്നും മിണ്ടാത്ത? ഞാൻ പിന്നീട് വിളിക്കാം, നീ വെക്ക്. ജുവൽ, എന്താ ഇതൊക്കെ? നിന്നോടാണ് ഞാൻ ചോദിച്ചത്, എന്താ ഇതൊക്കെയെന്ന്. അത് ടെവിച്ചായ, സോറി. എനിക്ക് ഇത്രയും ചീപ്പാവാൻ പറ്റത് എങ്ങനെയാണോ? അത് ഞാൻ കോളേജിൽ പോയ അവിടെ സ്വൈര്യം തരത്തില്ല, ഇപ്പൊ വീട്ടിലും അതേപോലെ ആയോ? തന്നെ വിവാഹം ചെയ്തത് തന്നോടുള്ള സ്നേഹം കൊണ്ടോ പ്രേമം കൊണ്ടോ ഒന്നല്ല, ജിമ്മിന്റെ പെങ്ങളായോണ്ടാണ്. താൻ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? ഇമാതിരി വേഷം കെട്ടി ഇറക്കി ഞാൻ വീഴുവന്നോ? തന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇച്ചായ ഇച്ചായ എന്ന് വിളിക്കല്ലെന്ന്. ഇത്രയും നാളെ ഞാൻ പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചതൊക്കെ തന്നോടുള്ള പ്രേമം കൊണ്ടല്ല, അത് മനസ്സിലാക്ക്. താൻ എന്റെ ജിമ്മിന്റെ പെങ്ങളായോണ്ട് മാത്രമാണ്. ഇനി ഇങ്ങനെയുള്ള ഐഡിയാസ് കൊണ്ട് ഇറക്കുന്ന നേരം 4 അക്ഷരം ഇരുന്ന് പഠിക്കാൻ നോക്കും. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ കണ്ണീരാണ്. തന്നോടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനപ്പോ ശല്യാണല്ലേ? ഞാനിനി ഒരിക്കലും ഇച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഇനി ഞാൻ ശല്യം ചെയ്യില്ല. എല്ലാത്തിനും സോറി. ഹലോ, ഞാൻ പിന്നെ വിളിക്കാം. ബൈ. ജുവൽ, എനിക്കറിയാം നീ എന്നോടുള്ള വാശി പുറത്താണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന്. എന്നിട്ടും നീ ആരോട് ജയിക്കാൻ വേണ്ടിട്ടാ ഈ കോമാളിത്തരമൊക്കെ കാണിക്കുന്നേ? അപ്പൊ ചെറിയ കരുതിയിരിക്കുന്നേ ചേനോടുള്ള വാശിയുള്ള ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കണേന്നു? എന്താ എന്താ എന്നെ മനസ്സിലാക്കാത്ത? ഇന്നെന്താ പതിവില്ലാതെ നേരത്തെ? എന്താ നേരത്തെ? ഇന്ന് 8:30 ക്ലാസ് ഉണ്ട്. 8:30 ക്ലാസ്? ഇനിയും ടൈമുണ്ട്. വെയിറ്റ് ചെയ്യും, ഞാൻ റെഡി ആയിട്ട് വരാം. ഒരുമിച്ച് പോവാം. വേണ്ട സാർ, സ്നേഹ വന്നിട്ടുണ്ട്. ഞാൻ സ്കൂട്ടി പോയിക്കോളാം. ഓക്കെ. ജുവൽ, ഫുഡ് കഴിക്കുന്നില്ലേ? അല്ല വേണ്ട, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ഇവർക്കത് എന്താ പറ്റി? ഇവളെന്തിനാ ഇവനായിട്ട് മിണ്ടുന്നത്? ഇതാണോ അവളുടെ എക്സ്ട്രാ ക്ലാസ്? ഇന്നവളെ. ജുവൽ, നീങ്ങ വന്നേ. താഴെടാ, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ തന്റെ ആരെങ്കിലും ആണോ അവള്? മാറണോ? ജുവൽ, നീങ്ങ വന്നേ. ഇതാണോ ജുവൽ നിന്റെ എക്സ്ട്രാ ക്ലാസ്? എത്തിയോ? നീ ഇരിക്കും, ഞാൻ കഴിക്കെടുക്കാം. അമ്മ, ജുവൽ ഇതുവരെ വന്നില്ലേ? മോള് ജിമ്മിന്റെ കൂടെ പോയടാ. നിന്നോട് പറയാൻ വേണ്ടിട്ട് അവള് വിളിച്ചായിരുന്നു, പക്ഷെ നീ